ഒരിക്കൽ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, എല്ലാവർക്കും ഞാൻ റഹ്മത്താണ് എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഹൽ വജദത മിൻ റഹ്മത്തി ഷൈഅൻ, എൻ്റെ അല്ലാഹു എനിക്ക് തന്ന റഹ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഈ സംഭവം ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ശിഫായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും ഒരുപാട് തഫ്സീറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഉദ്ധരിച്ചെന്നേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഫായിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ച് മഹാനായ ഇമാം ഖാദി ഇയാദ് തങ്ങൾ ഇത് പറയുന്നുണ്ട്. ഒരിക്കൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, ജിബ്രീലേ ഹൽ വജദത മിൻ റഹ്മത്തി ഷൈഅൻ വഖാല ഫീ ഹഖി, എൻ്റെ കാര്യത്തിൽ അല്ലാഹു പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്. അപ്പോൾ ആ പരിധിയിൽ നിങ്ങൾ വരുമല്ലോ, എൻ്റെ റഹ്മത്തിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഫഖാല നഅം ഫഖാല ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു നഅം, അതെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നതിൽ ഞാനും വന്നിട്ടുണ്ട്, എനിക്കും അങ്ങയുടെ റഹ്മത്ത് കിട്ടിയിട്ടുണ്ട്. ഫമാദാ, എന്റെ റഹ്മത്ത് എന്താ നിങ്ങൾക്ക് കിട്ടിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ അദാബാക്കിയത് മുതൽ ഞാൻ വലിയ പേടിക്കാരനായിരുന്നു. അൻ ആഖിബത്തി, വലിയ ആളായി ആകാശത്ത് നടന്നവനാണ് ആര്? ഇബ്ലീസ്. ഈ ഇബ്ലീസിനെ അവസാനം ആഖിബത്ത് അല്ലാഹു നാശമാക്കിയപ്പോൾ എനിക്കൊരു പേടിയായി. ഈ പേടി ലക്ഷക്കണക്കായ വർഷം എന്നിലുണ്ടായി. വല്ലാത്ത പേടിയായി. പടച്ചോനെ, അല്ലാഹുവേ, അല്ലാഹുവിനെ അദാബാക്കുമോ, എൻ്റെ ആഖിബത്ത് അല്ലാഹു നാശാക്കുമോ? അപ്പോഴാണ് അങ്ങേക്ക് അല്ലാഹു തആല സന്ദേശം നൽകിയത്. ആ സന്ദേശം ഞാനാണല്ലോ എത്തിച്ചെന്നത്. അതുമുതൽ എനിക്കിപ്പോൾ പേടിയില്ല. അങ്ങയുടെ റഹ്മത്ത് എനിക്ക് കിട്ടി. അങ്ങ് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അന്ത്യനാൾ വരെ ഞാൻ പേടിക്കാറില്ല. ഇപ്പോൾ എനിക്ക് പേടിയില്ല. ഏതാ ആയത്ത്? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ. എക്കാലത്തും എനിക്ക് അമീനാണ് ആര്? ഞാൻ ഈ വചനങ്ങൾ കൊടുത്തേക്കുന്ന സയ്യിദുനാ ജിബ്രീൽ. എന്നെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു തആല അങ്ങേക്ക് വചനം ഇറക്കിയപ്പോൾ മാത്രമാണ് എനിക്ക് പേടി പോയത്. ഇപ്പോൾ എനിക്ക് പേടിയില്ല. അങ്ങേക്ക് പരിശുദ്ധമായി ഈ വചനം ഇറങ്ങുന്നത് വരെ ഞാൻ വലിയ പേടിക്കാരനായിരുന്നു. ആര് പറഞ്ഞു? സയ്യിദുനാ ജിബ്രീൽ.